കൃപാസന ഉടമ്പടി എടുക്കുന്ന എല്ലാവർക്കും ഈ ഉടമ്പടി അനുഭവം ഒരു അനുഗ്രഹമായി എങ്ങനെ മാറ്റാം? നമുക്ക് തന്നെ പല പല സാക്ഷ്യങ്ങളിലൂടെ കൃപാസനത്തിലെ പല പല സാക്ഷ്യങ്ങൾ കാണുമ്പോൾ അറിയാം, അവരുടെ വ്യക്തിപരമായ ജീവിതത്തിലും അവരുടെ പ്രൊഫഷണൽ ലൈഫിലും അവരുടെ ഫാമിലി ലൈഫിലും മാതാവിൻ്റെ ഇടപെടലുണ്ടായി അവർക്ക് അവരുടെ ആ മേഖല അനുഗ്രഹിക്കപ്പെടുന്നതായി ഒത്തിരി സാക്ഷ്യങ്ങളിലൂടെ നമ്മൾ കാണുന്നുണ്ട്. അവർക്കത് എങ്ങനെയാണ് ആ ഉടമ്പടി ഒരു അനുഗ്രഹമായി മാതാവ് കൊടുക്കുന്നത്? ഉടമ്പടിയിലൂടെ ശരിക്കും ലക്ഷ്യം വെക്കുന്നത് ആത്മാവിൻ്റെ രക്ഷയാണ്. ആത്മാവിൻ്റെ ക്ഷേമത്തിനായി നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് മാതാവ് അത് റെക്കോർഡ് ചെയ്ത് വെക്കും. നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയുടെയും ഫലമായിട്ടുള്ള അനുഗ്രഹമാണ് നമുക്ക് റിട്ടേൺ ആയിട്ട് തരുന്നത്. ദൈവിക പൈതലിന് ആത്മീയ വളർച്ച ഉണ്ടാകുമ്പോൾ അവൻ്റെ എല്ലാ മേഖലകളിലും അനുഗ്രഹം മാതാവ് ചൊരിഞ്ഞു തരും. അവൻ അനുഗ്രഹിക്കപ്പെടും, എല്ലാ മേഖലകളും അനുഗ്രഹിക്കപ്പെടും. ഉടമ്പടിയിലൂടെ ലക്ഷ്യം വെക്കുന്നത് നമ്മുടെ ആത്മീയ വളർച്ചയാണ്. നമുക്ക് ആത്മീയമായിട്ട് നമ്മൾ ഉയരണം, അതാണ് ഉടമ്പടിയുടെ ലക്ഷ്യം. മാതാവും അതാണ് ലക്ഷ്യം വെക്കുന്നത്. അതിനുവേണ്ടിയാണ് നമുക്ക് ഓരോ ഇൻസ്ട്രക്ഷൻസ് ആയിട്ട് തരുന്നത്. രാവിലെ പ്രാർത്ഥന, തിരികെത്തിച്ചുള്ള പ്രത്യക്ഷീകരണ പ്രാർത്ഥനയുണ്ട്. അതുപോലെ അരമണിക്കൂർ നിർബന്ധമായും ബൈബിൾ വായിക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ ആ അരമണിക്കൂർ വചനം വായിക്കുന്നതിലൂടെ നമ്മൾ ദൈവത്തിൻ്റെ വചനങ്ങൾക്ക് കാതോർക്കുകയാണ്. ഈശോ ആ വചനത്തിലൂടെ നമ്മളോട് സംസാരിക്കുന്നു. ആ ഒരു അരമണിക്കൂർ എന്ന് പറഞ്ഞാൽ അതൊരു ബ്ലെസ്ഡ് അവറാണ്. നമ്മുടെ ഒരു അനുഗ്രഹിക്കപ്പെട്ട മണിക്കൂറാണ് ആ ഒരു വചന വായനയുടെ സമയം. അത് ജസ്റ്റ് വായിച്ചു പോകാതെ ആ കൺസെപ്റ്റ് മനസ്സിലാക്കി എന്താണ് ദൈവം നമ്മോട് അതിലൂടെ സംസാരിക്കുന്നത് എന്ന് ആഴമായി ചിന്തിച്ച് അങ്ങനെ വേണം ആ വചനം വായിക്കാൻ. ആ അരമണിക്കൂറുള്ള വചന വായന നമുക്ക് നമ്മുടെ ആത്മീയ വളർച്ചയ്ക്ക് ഒരു മുതൽക്കൂട്ടാണ്. അതുപോലെ ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷകൾക്കായിട്ടാണ് അവിടുന്ന് നമ്മെ നിയോഗിക്കുന്നത്. ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷയായിട്ട് നമ്മൾ കൃപാസനത്തിന് പത്രം കൊടുക്കുന്നു. പത്രം കൊടുക്കുമ്പം നമ്മൾ ആ കൃപാസനത്തിൽ നമ്മൾ പോയ അനുഭവവും ഒരു ബ്ലെസ്സിങ് ആയിട്ടുള്ള മൊമെൻ്റാണ്. അവിടുത്തെ അത്ഭുതങ്ങളും സാക്ഷ്യങ്ങളും ഒക്കെ നമ്മൾ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മൾ ആ ഒരു ദൈവ ശുശ്രൂഷയുടെ ഭാഗമാണ് ആകുന്നത്. ആ ഒരു ഡിസ്ട്രിബ്യൂഷൻ, ആ പേപ്പർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിലൂടെ നമ്മൾ ദൈവവുമായിട്ട് ദൈവീക ശുശ്രൂഷയ്ക്ക് ഭാഗമാകുന്നു. അതുപോലെ കാരുണ്യ പ്രവർത്തികൾ ചെയ്യുക. ഇപ്പം ഒത്തിരി ആൾക്കാരുണ്ട്, നമ്മുടെ സഹായം ആവശ്യമുള്ള ആൾക്കാരും നമ്മുടെ കരുണ ആവശ്യമുള്ള ആൾക്കാരും ഒക്കെ നമുക്ക് ചുറ്റും ഒത്തിരി പേരുണ്ട്. അപ്പോൾ അവരുടെ ആവശ്യങ്ങൾ നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ, ഒത്തിരി വലുതായിട്ടൊന്നുമല്ല, നമ്മളെക്കൊണ്ട് പറ്റുന്ന എന്താണോ അത് ആവശ്യമനുസരിച്ച് ആരാണോ ഏറ്റവും ആവശ്യമുള്ള ആൾക്കാർ, ആർക്കാണോ നമ്മളെക്കൊണ്ട് ആവശ്യമുള്ളത് അത് കണ്ടറിഞ്ഞ് ഒരു കാരുണ്യ പ്രവൃത്തി പോലെ ചെയ്യുക. അത് വേറെ ആരെയും കാണിക്കാനൊന്നുമല്ല, അത് നമ്മുടെ തന്നെ ഒരു ആത്മീയ വളർച്ചയ്ക്കുള്ള ഒരു ഭാഗമാണ് ഈ കാരുണ്യ പ്രവൃത്തിയിൽ ഭാഗമാകുക എന്നുള്ളത്. അത് നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി. നമ്മളിങ്ങനെ ഒരു കാരുണ്യ പ്രവൃത്തി ചെയ്യുന്നതും, ഇപ്പം ഹോസ്പിറ്റലിൽ പോയി ആളുകളെ വിസിറ്റ് ചെയ്യുക, അതുപോലെ വിശന്നിരിക്കുന്ന ആളുകൾക്ക് ഫുഡ് കൊടുക്കുക, ഒരു നേരത്തെ ഫുഡ് നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ കൊടുക്കുക. മരുന്ന് വാങ്ങാനായി ബുദ്ധിമുട്ടുള്ള ആൾക്കാർ, അപ്പോൾ അവർക്ക് മരുന്ന് വാങ്ങാനുള്ള നമ്മളെക്കൊണ്ടാവുന്ന രീതിയിലുള്ള ചെറിയ ചെറിയ സഹായങ്ങൾ നൽകുക. പിന്നെ പ്രായമായിട്ടുള്ള ആൾക്കാരുണ്ട്, അവർക്ക് ആവശ്യമായുള്ള സഹായങ്ങൾ നൽകി കൊടുക്കുക. അങ്ങനെ നമ്മളെക്കൊണ്ട് സാധിക്കുന്ന കാരുണ്യ പ്രവൃത്തികളിൽ ഇൻവോൾവ് ആകുക. പിന്നെയുള്ളത് തിന്മ ഉപേക്ഷിച്ച് നന്മയുടെ പാതയിലൂടെ നയിക്കുക. തിന്മ പൂർണ്ണമായും ഉപേക്ഷിക്കുക. അതുപോലെ 2 ആഴ്ച കൂടുമ്പോഴുള്ള കുമ്പസാരം, അത് മുടക്കം കൂടാതെ കറക്റ്റായിട്ട് ചെയ്യുക. നമ്മുടെ പാപങ്ങൾ ഓർത്ത് അതിൽ മാനസാന്തരപ്പെട്ടുകൊണ്ട് നല്ല ഒരു വ്യക്തികളായി മാറാനായി ട്രൈ ചെയ്യുക. നമ്മൾ ക്രിസ്തുവിൻ്റെ ശിഷ്യരായി രൂപാന്തരപ്പെടുമ്പോൾ നമുക്കൊരു ശുദ്ധീകരണം ആവശ്യമുണ്ട്.
ആ ശുദ്ധീകരണമാണ് ഈ ഉടമ്പടിയിലൂടെ നടക്കുന്നത്. നമ്മൾ ഈ ഓരോരോ പ്രോസസ്സ് ചെയ്യുമ്പോഴും നമ്മൾ നമ്മളെ തന്നെയാണ് ശുദ്ധീകരിക്കുന്നത്. നമ്മളുടെ ശുദ്ധീകരണം കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് ആ ഒരു ആത്മീയ വളർച്ചയുണ്ടാകുന്നു. നമുക്ക് ആത്മീയ വളർച്ചയുണ്ടാകുമ്പോൾ നമ്മുടെ എല്ലാ മേഖലകളിലും മാതാവ് സമൃദ്ധമായി അനുഗ്രഹിക്കും. നമ്മുടെ എല്ലാ നിയോഗങ്ങളിലും മാതാവിൻ്റെ ഒരു ഇടപെടൽ നമുക്ക് പ്രത്യക്ഷമാകും. നമുക്ക് ആ അടയാളങ്ങളായി ലഭിക്കും. നമ്മളവിടെ കൊടുത്തിരിക്കുന്ന ആ ഒരു 6 നിയോഗങ്ങൾ നമ്മൾ സമർപ്പിക്കുമല്ലോ, ആ 6 നിയോഗങ്ങളിലും മാതാവ് ഇടപെട്ട് എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കും. കൃപാസന മാതാവിൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു.